ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു ബീച്ച് റിസോർട്ട് പരിചയപ്പെട്ടാലോ. ഇത് കൊഴുപ്പള്ളി ബീച്ചിന് മുമ്പിലുള്ള ഒരു ഇൻട്രിയ സാൻഡ്സ് എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇൻട്രിയ റിസോർട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് റിസോർട്ടിനകത്ത് തന്നെ പൂളുണ്ട്. പൂള് മാത്രമല്ല, നമുക്ക് ആക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള സൈക്ലിങ്, സിപ്പ് ലൈൻ, പിന്നെ അങ്ങനെ പല തരത്തിലുള്ള ആക്ടിവിറ്റീസും ഈ ഇതിനകത്തുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഒരു ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ആ ഒരു സൈഡിൽ അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ റിസോർട്ടിനകത്ത് കല്യാണം, ഫങ്ഷൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇത് തൊട്ടപ്പുറത്ത് നല്ല പുഴയും മുമ്പിൽ ഒരു ബീച്ചുള്ള കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇതിൽ കുത്തിക്കയറി വരുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 11 മണിക്ക് ഈ റിസോർട്ടിൽ കയറി. ഞങ്ങൾ ഇവിടേക്ക് വന്നത് 24 ഫ്രണ്ട്സ് കൂടിയിട്ടാണ്. അതായത് ലയൺസ് ക്ലബിൻ്റെ 24 ഫ്രണ്ട്സ് കൂടിയിട്ട് ഒരു ഡേ ടൂർ പാക്കേജ് പോലെ ഞങ്ങൾ വന്നതാണ് ഇവിടേക്ക്. ഒരാൾക്ക് ഏകദേശം 2400 ഇവിടുത്തെ ഫീസ് വരുന്നത്. അതിനകത്ത് ഫുഡ് ഇൻക്ലൂഡഡ് ഉണ്ട്. അതുപോലെ നമുക്ക് സിപ്പ് ലൈൻ അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ചെന്നൂറിന് തന്നെ ഞങ്ങൾക്കൊരു ചെറിയൊരു ഗ്ലാസ് വെള്ളം കിട്ടി, ഒരു നാരങ്ങ വെള്ളം. അപ്പോൾ അതൊക്കെ കുടിച്ച് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഞങ്ങൾ പതുക്കെ ഞങ്ങൾ ഓരോ ആക്ടിവിറ്റിയിലേക്ക് കയറി. ആദ്യം തന്നെ ഞങ്ങൾ കയറിയത് പൂളിലേക്കാണ്. നല്ല ചൂടായിരുന്നു. കാരണം നേരെ എല്ലാവരും എടുത്ത് പൂളിലേക്ക് ചാടി. ഈ റിസോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ കലാവിരുദ്ധം കൊണ്ട് ഭംഗിപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു പാർക്കിൽ നടക്കണ പോലെയുള്ളൊരു ഒരു ഫീലിംഗ് ആണ് അവിടെ കിട്ടുന്നത് കേട്ടോ. ഈ നേരെ കാണുന്നതാണ് പൂള് ഞാൻ പറഞ്ഞത്. ഞങ്ങളിപ്പോൾ ഇറങ്ങാനായിട്ട് നിൽക്കണമല്ലോ. ഇപ്പോൾ ഭയങ്കര ചൂടുണ്ട്. ഈ പൂളിൻ്റെ മേലെ ഒരു ചെറിയൊരു ഹാളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കലാപരമായിട്ടുള്ള പല സാധനങ്ങളും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ എങ്ങനെ നല്ലൊരു ആർട്ടിസ്റ്റ് ചെയ്തുള്ള ഒരു കലാവിരുദ്ധ പോലെ തോന്നുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇനിയും ഇതുപോലത്തെ അങ്ങനെ ഓരോ സെക്ഷനിൽ ഓരോ തീം പോലെയാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അതിനകത്ത് നടക്കാനുള്ള സ്ഥലങ്ങളും അപ്പുറത്ത് ഒരു ചെറിയൊരു പുഴ, ഇതൊരു ട്രെയിനിൻ്റെ കല്ലുകൊണ്ട് ഒരു ട്രെയിനിൻ്റെ മാതൃക കൊത്തി വെച്ചേക്കുന്നതാണിത്. അതുപോലെ വെറൈറ്റി സസ്യങ്ങളും ഒക്കെ ഇവിടെ ഇട്ടുണ്ട്. ഇത് മേലെ നിന്ന് ഞാൻ എടുത്തൊരു വീഡിയോ കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച പൂളിൻ്റെ മേലെ ഒരു ഹോൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ഹോളിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. ഒക്കെ ഈ ഓട് മേഞ്ഞിട്ടുള്ള പുരയിടങ്ങളാണ് ഇവിടെ നിറച്ചും കണ്ടേക്കുന്നത്. ഒരു സൈഡിൽ പുഴ, ഒരു സൈഡിൽ ബീച്ച്. അതാണ് ഈ റിസോർട്ടിൻ്റെ പ്രത്യേകത. എറണാകുളം ചേറായി ബീച്ചിൻ്റെ മുൻവശത്താണ് കേട്ടോ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലാണ് സിപ്പ് ലൈനും സൈക്ലിങ്ങും അതുപോലെ തന്നെ അഡ്വഞ്ചറായിട്ടുള്ള പല കളികളൊക്കെ ഈ ഏരിയയിലാണ് കാണുന്നത്. ഈ അറ്റത്തും തൊട്ട് ആ അറ്റത്തേക്കാണ് സിപ്പ് ലൈനിൻ്റെ സിപ്പ് വലിച്ചേക്കുന്നത്. ഇതൊരു ഫങ്ഷൻ നടക്കുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു മാവേലീനെ അവിടെ കണ്ടത്. വെച്ചാൽ അപ്പം ആ മാവേലി ചേട്ടനോട് ഒരു വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ആൾ യെസ് പറഞ്ഞു. അപ്പം അവനൊരു വീഡിയോ എടുത്ത് കൊടുത്ത ആൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബീച്ച് ഉണ്ടെന്നും, ആ ബീച്ചിലേക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. അതൊന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഇട്ടത്. ഇത് നട്ടുച്ചയായ കാരണം പിന്നെ ഞങ്ങൾ അധികം അങ്ങോട്ട് പോയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ നേരെ പൂളിൽ വന്നിറങ്ങി. അവിടെ ഒരു ബോൾ ഉണ്ടായിരുന്നു. ബോൾ ഇട്ടിട്ട് ഇങ്ങനെ കളിച്ചു തുടങ്ങി. ഞങ്ങൾ ഒരു 10 ആൾക്കാർ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഒരു വോളിബോൾ പോലെ ഒരു ഗെയിം കളിച്ചു. അപ്പോഴാണ് നമ്മൾ മാനേജേട്ടനൊന്ന് ചാടണം എന്ന് പറഞ്ഞത്. അപ്പോൾ മാനേജേട്ടൻ്റെ ചാട്ടം കൊണ്ട് എടുത്തു. ആൾ അടിപൊളിയായിട്ടുണ്ട് വെള്ളത്തിൽ കണ്ട് ചാടി. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഗെയിം കളിച്ചു. അപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങി. നേരെ ഭക്ഷണം കഴിക്കാനുള്ള തൊത്രപ്പാടിലായി. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായി. പിന്നെ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ കേസ് എന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല. മാന്യമായ രീതിയിലുള്ള ഭക്ഷണം നമുക്ക് കിട്ടിയിട്ട് അവിടുത്തെ അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ബഫേ മോഡലാണ് അവിടെ ഭക്ഷണത്തിന് ഇപ്പോൾ വെജ്, നോൺ വെജ്, ഫ്രൈഡ് റൈസ്, സാദാ ചോറ്, മീൻ കറി, ചിക്കൻ, അതുപോലെ തന്നെ ഗോബി മഞ്ചൂരി, അങ്ങനെ പലതരം ഐറ്റംസുകളുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഗെയിം കളിക്കാനുള്ള സജ്ജീകരണം അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഹാൻഡ് ഫുട്ബോള്, അതുപോലെ ക്യാരംസ്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസും അവിടെ ഇൻഡോർ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്ന് കളിച്ചു. അപ്പോൾ എനിക്ക് ചെറിയൊരു ഉച്ചമയക്കം ആവശ്യമായതിനാൽ ഞാൻ ചെറുതായിട്ട് അപ്പുറത്തൊന്ന് ചാഞ്ഞ് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞാൻ ഒന്ന് മയങ്ങി എനിക്കുമ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് ഒന്ന് സിപ്പ് ലൈനിലേക്ക് വരാനായിട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ നേരെ അവിടേക്ക് പോയി ഉറക്കപ്പിച്ചിൽ നേരെ അങ്ങോട്ട് പോയി. അവർ സിപ്പ് ലൈനുള്ള വള്ളിയും കാര്യങ്ങളൊക്കെ എൻ്റെ മേത്താണ്ട് പിടിപ്പിച്ചു. അങ്ങനെ ഞങ്ങളെ പിടിച്ച് നിൽക്കുന്ന നേരെ അതിൻ്റെ മേലേക്കൊരു കയറ്റം കയറി. ഒരു 4 നിലയുടെ മേലേക്ക് കയറണം കേട്ടോ ഈ പിന്നെ സിപ്പ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. അപ്പോൾ അവിടെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ക്യാമറ വീഡിയോ അവരെടുത്ത് തരും. ഡ്രോൺ വെച്ചിട്ടുള്ള വീഡിയോ അവരെടുത്ത് തരാമെന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഫോൺ കൊണ്ടുപോയില്ല. പിന്നെ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതും റിസ്ക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് സിജാട്ടിനെ ഫോൺ കൊടുത്തിട്ട് ഞങ്ങളൊന്ന് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങ് മേലേക്ക് കയറിപ്പോയി. പക്ഷേ അതിൻ്റെ പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ നമുക്ക് ഈ സിപ്പ് ലൈനിൻ്റെ വീഡിയോ മാത്രമാണ് അവർ എടുത്തെന്നുള്ളൂ. അതിന് മാത്രമേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് അവർ 300 രൂപയാണ് ഈടാക്കിയത് ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് തിരിച്ചു പോരുന്ന ആ സിപ്പ് ലൈനിൻ്റെ വീഡിയോസൊന്നും കിട്ടിയില്ല. അതിനുശേഷം സൈക്ലിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു അഡ്വഞ്ചറായിട്ട് നടക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, മേലെ കൂടെ നടക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതും നമുക്ക് അങ്ങനെ കിട്ടിയില്ല. അതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജ്, ഗ്ലാസ് ബ്രിഡ്ജ് ഒന്നും കിട്ടിയില്ല. പിന്നെ ബോട്ടിങ് അത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി സിജാട്ടിന് കൊടുത്ത കാരണം കൊണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇപ്പോഴും മേലെ നിൽക്കുകയാണ്. ഞങ്ങളൊരു 5 പേര് മേലെ കയറിയിട്ടുണ്ട്. അതിൽ ഡ്രോണിൻ്റെ വീഡിയോസും ഞങ്ങളെടുത്ത വീഡിയോസും ഞാൻ അങ്ങനെ മാറ്റിയിട്ട് തരണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ല സൈക്ലിംഗ് ഉണ്ടെന്ന്, അത് ആ സൈക്ലിംഗ് ആ സൈഡ് കൂടെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ, ഞങ്ങൾ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആദ്യം ജിംസേട്ടൻ പോകുന്നു. ഇത് നമ്മുടെ എടുത്ത വീഡിയോ. പിന്നെ ബാക്ക് കൂടെ പോകുന്നത് ഡ്രോണാട്ടോ. ഈ ഡ്രോണിൻ്റെ വീഡിയോ ആണ് ഞാൻ അടുത്ത് വരാൻ പോകുന്നത്. അത് നല്ല ക്ലാരിറ്റിയിൽ നല്ല ഫേസൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ഡ്രോൺ എടുത്ത വീഡിയോ. അങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ല. അങ്ങനെ ജിംസേട്ടൻ ഫസ്റ്റ് ഡ്രോൺ കൂടെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകണം. ഈ സിപ്പും കൂടെ പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ട്, എന്നുള്ളൊരു സൗണ്ടാണ്. ഇത് നമ്മുടെ തോംസാട്ട അടിപൊളിയായിട്ട് ഹാങ് ചെയ്ത് പോയി. ആൾക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുളു മണാലിയിൽ, ആ കാരണം എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. ഇത് ഡ്രോൺ എടുത്ത വീഡിയോ, അടുത്തത് നമ്മുടെ ക്യാമറയിൽ നിന്ന് എടുത്ത വീഡിയോ, സിജാട്ട് എടുത്ത വീഡിയോ ഇപ്പോൾ കാണാം. ഇത് സിജാട്ട് എടുത്ത വീഡിയോ. ബാക്കിൽ ഇതാ ഡ്രോൺ പോകണു. അങ്ങനെ ഡ്രോൺ എടുത്തും സിജാട്ട് എടുത്ത വീഡിയോസ്. ഇത് ഞാൻ പോകണത് എൻ്റെ സിജാട്ട് എടുത്ത വീഡിയോ ആണ്. അത് എൻ്റെ ഫോണിലെടുത്ത വീഡിയോ ആണ് ഫസ്റ്റ്. ഡ്രോൺ സൈഡ് കൂടെ പോകുന്നു. ആൾ അധികം സൂം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കിട്ടിയാണ്. അത് ഞാൻ എൻ്റെ ഡ്രോൺ വീഡിയോ. അത് നമുക്ക് വിചാരിച്ച പോലെ ഇങ്ങോട്ട് തിരിയാനൊന്നും പറ്റില്ല കേട്ടോ. പതുക്കെ അങ്ങനെ ട്രൈ ചെയ്താൽ മാത്രമേ ഇങ്ങോട്ട് തിരിയാൻ പറ്റുള്ളൂ. നല്ല സൗണ്ട് ഉണ്ട്, ഈ സിപ്പിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട്. ഞങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്ത സമയത്താണ് മറ്റ് ഫ്രണ്ട്സ് ബോട്ടിങ്ങിനൊക്കെ പോയത്. അത് കാരണം ഞങ്ങൾ 4-5 ഫ്രണ്ട്സ് ബോട്ടിങ്ങിന് പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി ആ സൈക്ലിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാട്ടോ. അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് മേലെ കൂടെ സലേഷേട്ടൻ പോകണു. ഇങ്ങനെ നോക്കുമ്പോൾ ആരാന്ന് വ്യക്തമായിട്ട് കാണില്ല. ആ ഡ്രോൺ വീഡിയോസിലാണ് കറക്റ്റായിട്ട് ആരാ പോണേന്ന് കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ട് തിരിയൂ, ആ സലേഷേട്ടൻ. ഈ റിസോർട്ടിലേക്ക് നമ്മൾ മലയാളികൾ മാത്രമല്ല, ഞങ്ങൾ എന്നിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു ഷൂട്ടിംഗ് ടീമായിരുന്നു. അവരുണ്ട്, അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്നൊക്കെ വേറെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അവിടെ കാണാനും ഇതൊക്കെ ആസ്വദിക്കാനൊക്കെ. അങ്ങനെ ഞങ്ങളുടെ ഈ സിപ്പ് ലൈൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് നേരെ താഴെ ഇറങ്ങി. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ ചായയും അതിന് സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ അതൊക്കെ കഴിച്ച് വേറെ ഞങ്ങൾ ഞാൻ മാത്രം പൂളിലേക്ക് എടുത്ത് ചാടി അന്നൊന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ടൊന്ന് നമുക്ക് കടലിൽ ബീച്ച് കാണാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. അതിനുശേഷം ആ ബീച്ചിലേക്ക് പോകണക്ക് മുമ്പാണ് ഇവരുടെ ഈ സൈക്ലിങ്ങൊക്കെ എനിക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്. സൈക്ലിങ്, കയാക്കിങ് ഉണ്ടായിരുന്നു, താഴെ ബോട്ടിങ്, അങ്ങനെ പല കാഴ്ചകളും. അതിനുശേഷം നേരെ ഞാൻ പോയിട്ട്
പൂളിലേക്ക് എടുത്ത് ചാടി. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരു എനർജി കിട്ടിയോട് കൂടിയിട്ട് ബാക്കിയെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. നേരത്തെ ഞാൻ നേരത്ത് ബീച്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഈവനിങ് ടൈം ആകുമ്പോഴേക്കും അവിടെ നിറച്ച് യാത്രക്കാരും വിനോദസഞ്ചാരികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വെള്ളത്തിലിറങ്ങി കളിക്കായിരുന്നു. പിന്നെ ഇവിടുത്തെ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പോകാൻ പറ്റും. അധികം താഴ്ചയില്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് മൂന്ന് കർവുകൾ ഉണ്ടായിരുന്നു താഴത്ത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ കുറച്ച് നേരം അടിച്ച് പൊളിച്ച് വീണ്ടും തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു. തൊട്ട് മുമ്പുള്ള റിസോർട്ടിലേക്ക് വന്നു. അവിടെ തന്നെ നമുക്ക് കുളിക്കാനായിട്ടുള്ള, അത് ബീച്ചിൽ നിന്ന് വന്ന വെള്ളം നമുക്ക് കഴുകി കളയാൻ വേണ്ടി, ഉപ്പ് വെള്ളമൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷവർ ബാത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഷവർ ബാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ പൂളിലേക്ക് എടുത്ത് ചാടി അവിടുത്തെ ഗെയിമൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണി 6:30 കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു. അങ്ങനെ ഈ ഒരു ട്രിപ്പ് അതിമനോഹരമായിരുന്നു. അടിച്ചു പൊളിച്ച് ഞങ്ങൾ അങ്ങനെ പോകുന്നു. പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ റിസോർട്ടിൻ്റെ ഈ ഏരിയയിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കല്യാണം നടത്താൻ പറ്റാവുന്ന നല്ലൊരു തുറസായ ഒരു ഏരിയ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം എന്നൊക്കെ പറയില്ല, അത് അവിടെ ഉണ്ട്. അതിൻ്റെ ഞാൻ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇൻഡോറായിട്ടുള്ള ഒരു പൂള് അവിടെ ഞാൻ കണ്ടു. ഈ കാണുന്ന സ്ഥലത്ത് ഇൻഡോർ ഒരു പൂള്. അത് മാത്രമല്ല, അപ്പുറത്ത് നമുക്കൊരു കല്യാണം അല്ലെങ്കിൽ ഒരു പാർട്ടീസ് അങ്ങനെ എന്തെങ്കിലും ബർത്ത്ഡേ അങ്ങനെയൊക്കെ ആഘോഷിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലം പൂള് അപ്പുറത്തൊരു പ്രോഗ്രാമൊക്കെ നടത്താവുന്ന ഒരു ഓപ്ഷനുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഞാൻ ലാസ്റ്റാണ് കണ്ടത് ഈ സ്ഥലം. അങ്ങനെ ഞങ്ങളെല്ലാവരും പെട്ടിയും കിടക്കൊക്കെ എടുത്ത് നേരെ ബസ്സിലേക്ക് പോകാറായി. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുപോലെ നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.